ഹലോ ഗായ്സ്, അപ്പം അങ്ങനെ നമ്മൾ പുരാന കിലയിലാണ് ഇന്ന് വന്നേക്കുന്നത്. ഇതാണ് എൻട്രി. അപ്പം രാവിലെ ഒരു 10 മണിയായപ്പോഴത്തേക്ക് തന്നെ നമ്മളിവിടെ എത്തി. ഇവിടെ നമുക്ക് മേളിൽ നമ്മുടെ മയിലൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പുറത്ത് തന്നെ നാഷണൽ സുവോളജിക്കൽ പാർക്ക് ഉണ്ട്, അടുത്ത് തന്നെ, തൊട്ടപ്പുറം തന്നെ, വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പം ഇവിടെ നമുക്ക് സൈറ്റ് പ്ലാനൊക്കെ കാണാൻ പറ്റും പുരാന കിലയുടെ. അങ്ങനെ നമ്മൾ പുരാന കിലയുടെ എൻട്രൻസ്, ഇതാണ് ഇപ്പോഴത്തെ മെയിൻ എൻട്രൻസ്. നമ്മൾ ടിക്കറ്റ് 50 രൂപയായിരുന്നു. 50 രൂപ ടിക്കറ്റ് എടുത്ത് ഓൺലൈനായിട്ട്. ഓഫ്ലൈൻ ആകുമ്പോൾ 45 രൂപ ടിക്കറ്റ് ആവും. ഫോറിനേഴ്സിന് കുറച്ചുകൂടെ 60 രൂപ എന്താണ് ടിക്കറ്റിൻ്റെ പ്രൈസ്. ഇത് പുരാന കിലയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ്, എപ്പോഴാണ് ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ നമ്മൾ പുരാന കിലയിൽ അകത്തോട്ട് പോവുക. ഇതാണ് മെയിൻ ദർവാജ. നമ്മളപ്പം തുടർച്ചയായിട്ട് ഡൽഹിയിലെ വീഡിയോസ് എല്ലാം ഇടുന്നതാണ്. എല്ലാം ഡൽഹിയിലെ വീഡിയോസ് കാണുന്നതിന് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം ബാക്കി വീഡിയോ കാണുക. ചരിത്രപരവും പൈതൃകപരവും ഒക്കെ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദില്ലിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പുരാന കില. മുഗൾ കാലഘട്ടത്തിൽ പണിഞ്ഞ ഒരു കെട്ടിടമാണിത്. 16-ാം നൂറ്റാണ്ടിൽ ഹുമയൂൺ ചക്രവർത്തി പണി കഴിപ്പിച്ച ഈ കെട്ടിടത്തിൽ 18 മീറ്റർ വരെ ഉയരമുള്ള മതിലുകൾ ഇതിൽ കാണാം. പിന്നെ 1.5 കിലോമീറ്റർ നീളം ചതുരാകൃതിയിലുള്ള കോട്ടയ്ക്ക് 3 ദർവാജയാണുള്ളത്. ഹുമയൂൺ ദർവാജ, കാൽക്കി ദർവാജ, പിന്നെ ദ്വാര ദർവാജ. അങ്ങനെ ഹുമയൂൺ ടോംബിന് ഫേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഹുമയൂൺ ദർവാജ എന്ന പേര് വന്നത്.
ഹുമയൂൺ ദർവാജ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഇത് മണൽക്കല്ല് നിർമ്മിച്ചതും ഭീമൻ അർത്ഥവൃത്താകൃതിയിലുള്ളതും ഇരട്ട നിലകളിലുള്ള ഒരു നിർമ്മിതിയാണ്. രാജസ്ഥാനി ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള, നമുക്ക് ഈ കല്ലുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ വളരെ നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലെ ഒരു നിർമ്മിതിയെ എടുത്ത് കാണിക്കുന്ന ഒരു കോട്ടയാണ് ഈ പുരാനല്ല. മറ്റുള്ള ദർവാജകളാണ് കൽക്കി ദർവാജയും ദ്വാര ദർവാജയും. അങ്ങനെ 3 ദർവാജകളാണ് മൊത്തത്തിലുള്ളത്. നമ്മളിപ്പം കാണുന്ന ഈ കെട്ടിടമാണ് ഷെർമണ്ടൽ. ഷെർമണ്ടൽ ഒരു ഒക്ടഗൺ ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഹുമയൂണിൻ്റെ പ്രൈവറ്റ് ലൈബ്രറി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഹുമയൂൺ മരിച്ചതും ആ ഷെർമണ്ടലിൻ്റെ മുകളിൽ നിന്ന് പടവിൽ നിന്ന് വീണിട്ടാണ്. പിന്നെ ഷെർമണ്ടലിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് അങ്ങനെ പാറി പറക്കുന്നത്. ഇവിടുത്തെ ഗാർഡനൊക്കെ വളരെ സുന്ദരമായിട്ട് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ കാര്യത്തിലൊക്കെ ഫസ്റ്റ് ക്ലാസ് തന്നെ, സമ്മതിച്ചു പറ്റും. പിന്നെ നമുക്ക് ഈ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ മൺസൂൺ കാലത്തെല്ലാം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കിണറാണ്, പടികളൊക്കെ ഉള്ള കിണർ. പിന്നെ എന്തുവെന്ന് വെച്ചാൽ ഈ നോർത്ത് ഇന്ത്യയിൽ മൺസൂൺ കുറവായതുകൊണ്ടാണ് അങ്ങനെ ഒരു കിണർ ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഷെർമണ്ടലിൻ്റെ അടുത്ത് വന്നിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ ഗൈഡ് വന്നിട്ട് അവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൈഡ്. പിന്നെ ഇതിൻ്റെ ചുറ്റും നോക്ക്, എത്ര പ്രകൃതി ഭംഗി, ഭയങ്കര അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലവണ്ണം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് സമ്മതിച്ച് പറ്റും. അവിടെ ആ ഒരു മഞ്ഞ പൂ പിടിച്ചിരിക്കുന്നുണ്ടോ, അതും കാണാൻ നല്ല രസമുണ്ട്.
പുരാനാക്കിലയുടെ ഒരു ടൈമിംഗ് എന്ന് വെച്ചാൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഡൽഹി കാണാൻ വരുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ നാഷണൽ സുവോളജിക്കൽ പാർക്കുണ്ട്, അവിടെയും കയറാൻ പറ്റും. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.